മേഴ്സി, ഇതെങ്ങോട്ടാ? ഞാൻ പോവാണ്. അയ്യോ, അതെന്താ? അമ്മച്ചി പറഞ്ഞു പൊയ്ക്കോളാൻ. പിരിച്ചുവിട്ടോ? അയ്യോ. മേഴ്സി ഒരു കാര്യം ചെയ്യും, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മേഴ്സി എന്നെ ഒന്ന് വിളിക്കുക. മേഴ്സിക്ക് ഞാൻ മസ്കറ്റിലൊരു ജോലി ശരിയാക്കി തന്നാലോ? തരട്ടെ? മേഴ്സിക്ക് ഇഷ്ടമല്ലേ ഗൾഫ്? എനിക്ക് പാസ്പോർട്ട് ഇല്ല. അതാണോ കാര്യം? അതിനെന്താ, ഒരു പാസ്പോർട്ട് എടുക്കണം. അതിന് എത്രയാ പൈസ വേണ്ടെന്ന് വെച്ചാ ഞാൻ തരാം. എൻ്റെ കൈ കാർഡില്ല, ഇവിടെ വിളിച്ചാൽ മതി. ഞാൻ പോട്ടെ. ഓ, എന്താടി? എന്താ? എന്തിനാ നിനക്ക് ഈ വേണ്ടാത്തൊരു ഗൗരവം? ഞാൻ നിനക്ക് നല്ലൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നറിയാവോ? എന്താ? ഒരു സ്പ്രേ. നല്ല മണ ആണോ? എന്നാലേ എനിക്ക് വേണ്ട. എന്താ? ഒബ്ലാഞ്ചസ് ടെക്ലിപ്തോസ്. ഒബ്ലാഞ്ചസ് ടെക്ലിപ്തോസ്. എന്താ എന്താ വേണ്ടേ? സുനന്ദേച്ചി ഇല്ലേ? എന്തിനിപ്പോ സുനന്ദേച്ചി? ചേച്ചി എന്താ? ഇനി മതി, അകത്തേക്ക് കയറിപ്പോ. നീ അല്ലേ സുനന്ദ പറഞ്ഞു 1 മണിക്കൂർ വ്യായാമം ചെയ്യണമെന്ന്? പറഞ്ഞനുസരിച്ചാ മതി. അകത്തേക്ക് കയറിപ്പോണ്ട് മനുഷ്യ. ഇതാ നന്നായി. ആരെ കണ്ടാലും ആ സുരേഷിനെ പോലെ കല്ലിച്ചങ്ങ് നിന്നോളൂ. എന്താടി? മോരുണ്ടെങ്കിൽ നാഴി മോര്. ഇവിടെ മോരൊന്നും ഇല്ല. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടെ ഇല്ല. എന്താടി? മോര്. ഇത്തിരി മോര് കൊടുക്കാറുന്നില്ലേ അടുത്തേ? എന്താ? ഏയ് ഒന്നുമില്ല. ആരെ എടുത്തിയോ? മോര് പോയി. സുനന്ദക്ക് ഇപ്പോഴും സംശയ. സംശയിക്കണല്ലോ, പെണ്ണുങ്ങൾ കണ്ടാ വിടുവോ? ഞാൻ നടക്കാൻ പോകുമ്പോ ഇടയ്ക്ക് കാണും. ആ പാടത്തിനടുത്ത വീട് ഒറ്റയ്ക്കാ ഒരു വീട്ടില് രാത്രി. പാവം. ഇതാ ഇവിടുത്തെ അരണ്യം. ഇവിടെ ജീവനുള്ള അരണ്യങ്ങളൊന്നുമില്ല അല്ലേ ചേച്ചി? ഇത് നീ ഇതോടി കാണിച്ചു തരട്ടെ. ഇതെന്താ കുളത്തിലെ കളി? പോ 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 പോ. എനിക്ക് നീന്തേണ്ട നേരായി. അയ്യോ, ഞങ്ങളുടെ അരണ്യങ്ങള്. അരണ്യങ്ങളാ? എവിടെ? ഓ, ഇതാണ് അരണ്യങ്ങള്. ചെറിയച്ഛ, എന്താ ഇത്? പാവം ശൈത്താൻ. ഏലം ഏലം ഏലേലം. നീന്താൻ അറിയില്ല സാധനത്തിന്.
ഹിപ്പോപ്പൊട്ടാമസിനെ പോലെ ഉണ്ട്. ആഹാ ആഹാ ഈ ഹീ. ഒരു തമാശ ആയിട്ട് തരട്ടെ. എന്താടി ഇടി അസത്തെ വിട്, പൊങ്ങും. ഞാൻ പഠിപ്പിക്കാം നീന്താൻ. നിന്റെ ചെറിയമ്മ അരച്ചിട്ട് പറ്റിയിട്ടില്ല. പിന്നെയാണ് നീ വിട് വിടറി മുമ്പടി എടി അസത്തെ വിടാൻ. യ്യോ, ദേ, യ്യോ, 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 ദേ കാറ്റ് പോണ്. ഞാനിപ്പോ മുങ്ങിപ്പോ. ദേ കാറ്റ് പോണ്. അയ്യോ യ്യോ ഓടി വന്നേ. സുജേ രക്ഷിക്കണേ. അയ്യോ നീന്തൽ അറിയാൻ പാടില്ലാത്ത ആളാണ്. അയ്യോ ഞാൻ പൊത്തിട്ട് പിന്നെ പോയി. അയ്യോ ഓടി ചേച്ചി, വന്നേ. അയ്യോ ചത്തുപോകും. ഇത്തിരി വെള്ളം കുടിക്കട്ടെ, അപ്പൊ നീടാ. എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നേ? വഴി മാറ്. വഴി മാറാൻ തന്നെയാ വന്നത്. ഇങ്ങോട്ട് വാടോ. അങ്ങോട്ട് ചെല്ലടാ. രാവിലെ പറഞ്ഞില്ലേ സ്ലേറ്റിൽ എഴുതിയ പോലെ മായ്ക്കാൻ പറ്റില്ല എന്ന്. മായ്ക്കാം, കാലം മായ്ച്ചോളും. പക്ഷെ ഇവിടെ കല്ലിൽ കൊത്തിവെച്ചിരിക്കുക, മായ്ക്കാൻ പറ്റില്ല. ചേരേണ്ടവർ നിങ്ങളാ, വഴി മുടക്കുന്നത് ഞാനാ. ദാ ഞാൻ വഴി മാറുന്നു. സാരല്ല, കണ്ണീരുള്ളു ശുദ്ധാക്കും. കനപ്പ് പോവും, കരഞ്ഞു തീരട്ടെ. എന്നാ അവര് കരഞ്ഞു തീർക്കട്ടെ, അതിന് വഴി മുടക്കി നിൽക്കണോ? ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, അവളോടും. ഞാൻ പോണതിന് മുമ്പ് കാണാം. ഒക്കെ ശരിയാവും. സമ്മതിച്ചു നിന്നെ. ഉം. അല്ല, വെട്ടുപോത്തിനെ പോലെ ഇങ്ങനെ കൊല്ലാൻ വന്നവനെ നീ എന്ത് പറഞ്ഞാ മയക്കേ? മനുഷ്യന്മാർക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു കാര്യവും ഈ ലോകത്തിലില്ല. അതിനിത്തിരി ധൈര്യവും ക്ഷമയും മാത്രം മതി. ഇതൊന്നും നിനക്ക് പണ്ടുണ്ടായിരുന്നില്ലല്ലോ, എവിടുന്ന് പഠിച്ചു? 2 ഗുരുക്കന്മാരാ എനിക്ക്. ഒന്ന് ഈ ജീവിതം, ഒന്നെന്റെ ഭാര്യ. കലി കിടങ്ങിയപ്പോ എനിക്ക് തോന്നി അയാൾ പറഞ്ഞത് ശരിയാണെന്ന്. അയാളെ തെറ്റു പറയാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും അല്ലല്ലോ നടക്കണത്. ഇങ്ങനെയൊക്കെ നടക്കണമെന്നുണ്ടാവും. ഞാൻ പറയണത് കേൾക്കണുണ്ടോ? എന്നെ നിനക്കിനി അങ്ങനെ കാണാൻ പറ്റണില്ലെങ്കിൽ ആങ്ങളായിട്ട് തന്നെ കണ്ടാ മതി. ആനയെ തിളച്ചില്ല. ഞാൻ പോയിട്ട് പിന്നെ വരാം. അല്ലെങ്കിൽ നീ വീട്ടിലേക്ക് വാ. സുഖേട്ടാ, എന്തിനാ ഇങ്ങനെ സ്നേഹിക്കണേ? പറയ്, എത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും. അത് എന്ന് ചോദിച്ചാ എനിക്കിഷ്ടമുണ്ടായിട്ട്